ലച്ചുവേ ലച്ചു കഴിച്ചിട്ട് അപ്പൊ ഒന്ന് കിടന്ന ഇങ്ങോട്ട്. എന്റെ കൊച്ചെ ക്ഷീണമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ കിടന്നാൽ എങ്ങനാ? എങ്ങനെയാണ് വയ്യാണ്ടിരിക്കണേ? ഈ കാൽഭാഗം പകുതി ഭാഗമൊക്കെ ദോശ കഴിച്ചിട്ട് വല്ല കാര്യമാകുണ്ടോ? ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ അങ്ങോട്ട് നോക്ക്. ആപ്പിൾ കഴിച്ചിട്ട് കിടക്കണാ? ഇതൊന്നാ ഇങ്ങോട്ടാ. ഇത് അവക്ക് മേടിച്ചല്ലേ, നീ ഇത് നിനക്ക് മേടിച്ചാണോ? എടി അവക്ക് വിശേഷം ഉണ്ടെന്നും പറഞ്ഞോണ്ട് മേടിച്ചല്ലയോ, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, അവൻ കഴിച്ചോട്ടെ. അമ്മ പിന്നെ ഇതിപ്പോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ചേച്ചിക്ക് ഇതേപോലെ അങ്ങനെ വിശേഷം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാം 2 കിലോ വെച്ച് മേടിക്കണം. ആപ്പിൾ കുറച്ച് 1 ചേച്ചിക്കും 1 കിലോ എനിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു അവതാരം ഒരു ദിവസം കൊണ്ട് എന്തോരം ആഗ്രഹിച്ചതാ. മുത്തശ്ശി മുതുമുത്തശ്ശി ഒക്കെ ആകാമെന്ന് വിചാരിച്ചതാ. ഇപ്പൊ നാട്ടിലെ ഭക്ഷണം വയറ്റി പിടിക്കാത്തതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നീ പിന്നെ കൊച്ചിലോട്ടെ ഗൾഫിലായിരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്റെ പൊന്നു, ഒന്ന് ഭർത്താവിനടുത്ത് പോയെന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കൊച്ചാൻ കേൾക്കണം. രണ്ടിനൊന്ന് പോയാൽ ഞങ്ങൾ ഉറങ്ങട്ടെ. വാ നോക്കോ. എടി ശരിക്കും അവക്ക് വിശേഷമൊന്നും ഇല്ലേ? ഡോക്ടറെ അടുത്ത് കാണിച്ചില്ലേ? ഡോക്ടറല്ലേ പറഞ്ഞൊന്നുമില്ല അത്. എടി ഇനി ഡോക്ടർക്ക് തെറ്റിപ്പോയതാണെങ്കിലോ? പോയാ വന്ന് പോയാ നടന്നേ കൊണ്ട് നമുക്ക് ഇത്ര പ്രളയം തന്നു. ഉത്തരവാദിത്തം തരി പോലും ഇല്ല. ആ കേക്ക് അങ്ങേർക്ക് നാണയില്ലെങ്കിൽ നമുക്കെങ്കിലും നാണം വേണമല്ലോ, അതുമില്ല. എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല, പോയാണെന്ന്. നിങ്ങൾക്ക് ഉത്തരവാദിത്തോടെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാ? എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ഞാൻ ആലോചിച്ച് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ബോധിപ്പിച്ചു തരാം ഞാൻ. ആ പിന്നെ കഴിക്കാൻ എന്തായി? റെഡിയായ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ അടുത്തുള്ള ദേഷ്യം പിള്ളേർ തീർക്കരുത് കേട്ടാ. നിങ്ങളെ ഒന്ന് പോയി തരാമോ? എനിക്ക് കുറച്ച് സമാധാനം വേണം. സമാധാനം വേണ്ടേ? ഞാൻ നിൽക്കുന്ന സമാധാനം നിനക്ക് മതി. എന്റെ ദൈവമേ, ഏത് സമയത്താണോ? ഏത് സമയത്താണോ എന്നെ കെട്ടി അല്ലേടി? അയ്യോ, അതിന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചതേ നിങ്ങളെ ഈ പൈസ ഒന്നുമില്ലേ സാധനം മേടിക്കാൻ, അത് ഏത് സമയത്താണോ എനിക്ക് ആ ബുദ്ധി തോന്നിയെന്നാ പറഞ്ഞത്. അപ്പൊ അത്ര സാധനം മേടിച്ചില്ലേ? മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പൈസ ഇവിടെ തരുമല്ലോ. ഇത് മേടിച്ചതുമില്ല, സാധനങ്ങൾ പൈസ കളയുകയും ചെയ്തു. പൈസ കളഞ്ഞ അമ്മ, ഇത് നമ്പര് അച്ഛൻ പൈസ മറിച്ച്. ഫുഡ് തന്നിട്ടേ ഫുഡ് ചെടിയാകുമ്പോ വിളിക്കുന്നില്ല പറഞ്ഞ ഇറങ്ങിപ്പടാ. രാവിലെ കടയിൽ കൊണ്ടുപോകാത്ത ചൊരുക്കാണ് കാണിക്കണത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോടുള്ള ദേഷ്യം ആ കൊച്ചിനോട് കാണിക്കാൻ നിൽക്കരുത്. നേരത്തെ പറഞ്ഞ തിരിച്ചടിച്ചു കുട്ടമ്പളയുടെ മോളെ. അതെ, കുട്ടമ്പളയുടെ മോള് തന്നെ. പൈസ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം തന്നെയല്ലേ അവനും തോന്നിയത്. സത്യം പറഞ്ഞേ, നിങ്ങൾ ആ പൈസ എന്താ ചെയ്തത്? ഇത് എന്തൊരു ബഹളമായത് ഇവിടെ. അമ്മാ, ഞാൻ ഒരു കാര്യം പറയാം. അതെ, സമാധാനത്തോടെ കേട്ടിട്ട് അതിനൊരു മറുപടി പറയണേ. ഞാൻ ബാലുവിൻ്റെ കയ്യിൽ സാധനങ്ങൾ മേടിക്കാൻ പൈസ കൊടുത്തുവിട്ട്, ആ പൈസ കൊടുത്തുവിടുമ്പോൾ എന്താ വേണം? ഒന്നെങ്കിൽ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുതരണം, അല്ലെങ്കിൽ പൈസ എങ്കിലും കൊണ്ടുതരണ്ടേ? രണ്ടുമില്ല, പൈസ കൊണ്ടേ കളഞ്ഞിട്ടാ വന്നേ. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? ഇതിനാണോ ഇത്രയും ബഹളം ഇവിടെ കിടന്ന് വെച്ചേ? അങ്ങനെ പറഞ്ഞോട്. എടി, അത് അവൻ പുട്ടടിച്ച് കാണും, അതല്ലെങ്കിൽ കൂട്ടുകാർ കൂടി കമ്പനി കൂടി കാണും, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാര്യത്തിനടുത്ത് മറിച്ച് കാണും. അതെങ്ങനെ? അമ്മയും മോളും എല്ലാം ഒറ്റ ഇനങ്ങളല്ലേ? അല്ലേ പിന്നെ നിങ്ങൾ ആ പൈസ എന്താ ചെയ്തത്? ഞാൻ ഇവിടെ സൈറ്റിൽ പോകാൻ നേരത്ത് കുറെ ബില്ലുണ്ടായിരുന്നു, അത് ഇട്ടിരുന്നു. അതിന്റെ കൂടെയാണ് ഈ പൈസ വെച്ചത്. സൈറ്റിൽ ചെന്ന് ബില്ലെടുത്ത് കൊടുക്കാൻ നേരത്തെ ഈ പൈസ അവിടെ പോയി കാണാം. അത് അമ്മനെടുത്ത് തരും, അവിടെ ഉണ്ടെങ്കിൽ അമ്മനെടുത്ത് തരും. അയ്യാടാ, വിശ്വസിക്കുന്ന എന്തെങ്കിലും പറ. എന്ത് നോക്കണത്? സത്യം പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യേ? കേശു, നിനക്ക് വിശ്വാസമായടാ? ഇല്ല, എനിക്ക് വിശ്വാസമില്ല. അമ്മക്ക് വിശ്വാസമായാ? വേണേ വിശ്വസിക്കാം. അല്ല, എനിക്കത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല. നിങ്ങളിവിടെ ആരും വിശ്വസിക്കണം, നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. പിന്നെ നിങ്ങളെ പുന്നാര മോനുണ്ടല്ലോ, ആ മോന് പോലും വിശ്വാസമില്ലല്ലോ നിങ്ങൾ പറയണത്. പിന്നെ വലിയ യുദ്ധം കൊണ്ടും നടക്കാണ്, ഇങ്ങനെ കൈമീശ നടക്കാണ്. കേശു, നിന്റെ അച്ഛൻ്റെ ഈ കൈവീശന എനിക്ക് ഇഷ്ടമല്ലെന്ന് എന്നോട് പറഞ്ഞ അച്ഛനടുത്ത് പറഞ്ഞ പോരമ്മ. കേശുവിന്റെ മക്കളെ ഇങ്ങോ മക്കളുടെ അടുത്ത് അമ്മ ദേഷ്യപ്പെട്ടില്ല നേരത്തെ? സോറി കേട്ടോ. ചോറയൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞ് ഫുഡ് വരുമ്പോൾ 2 മുട്ട കൂടെ പോയി വെച്ച് തന്നാൽ മതി. മുതലെടുക്കണല്ലേടാ? ചെറുതായിട്ട്. എനിക്കറിയാം, പോടാ വെക്കോ വഴി തരാം. അതെ